ശമ്പള കുടിശ്ശിക ചോദിച്ച സെയിൽസ് ഗേൾസിനെ കടയ്ക്കുള്ളിലിട്ട് മർദ്ദിച്ചതിന് ജാമ്യമില്ലാ വകുപ്പിട്ട് എടുത്ത കേസിൽ പ്രതിയായ തുണിക്കട ഉടമയെ പോലീസ് ജാമ്യം നൽകി വിട്ടയച്ചു. CPMന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വകുപ്പിന്റെ മാറ്റം വരുത്തിയെന്നും സൂചന. സംഭവം അറിഞ്ഞ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പൊട്ടിത്തെറിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് അട്ടിമറിച്ചതാരായാലും കർശന നടപടി എടുക്കുമെന്ന് SP-യുടെ താക്കീത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അടൂർ DYSP-യെ ചുമതലപ്പെടുത്തി SP ഉത്തരവിട്ടു. തട്ട് റോഡിൽ പ്രവർത്തിക്കുന്ന ഒലിവിയ സിൽക്സിന്റെ ഉടമ സിബി, ഭാര്യ അശ്വതി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 3:30യോടെയാണ് സെയിൽസ് ഗേൾസായ ചാരുമൂട് സ്വദേശി അഷ്ന, കോട്ടയം സ്വദേശി റിറ്റി എന്നിവർ ശമ്പള കുടിശ്ശിക ചോദിക്കാനായി എത്തിയത്. 1-2 പറഞ്ഞവരോട് തർക്കമായി. ഒടുവിൽ സിബിയും ഭാര്യയും ചേർന്ന് യുവതികളെ മർദ്ദിക്കുകയായിരുന്നു. റിറ്റിയെ മർദ്ദിക്കുന്ന രംഗം അഷ്ന ഫോണിൽ പകർത്തി. ഇതോടെ മൊബൈൽ ഫോണും സിബി കൈക്കലാക്കി. യുവതികൾ അടൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിങ്ക് പോലീസ് ടീം സ്ഥാപനത്തിലെത്തി സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ മനോജേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ പൊക്കോളൂ എന്നായിരുന്നു സിബിയുടെ മറുപടി. CPMന്റെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S മനോജിന്റെ പേരാണ് സിബി പോലീസിനെ ഭയപ്പെടുത്താനായി പറഞ്ഞത്. പ്രതി വരാൻ കൂട്ടാക്കിയില്ലെന്ന് കണ്ടതോടെ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും വിളിയുമെത്തി. അവരോടും ഇതേ മനോജേട്ടന്റെ പേരാണ് പറഞ്ഞത്. ഇയാൾ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കൂട്ടാക്കിയതുമില്ല. ഇതേ തുടർന്നാണ് SI അനൂപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇന്നലെ പുലർച്ചെ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ CPM നേതാക്കളുടെ വിളി വരാനും തുടങ്ങി. സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ സമ്മർദ്ദത്തിലുമായി. പരാതിക്കാരികളെ സ്വാധീനിക്കാനും ശ്രമം നടന്നു. മർദ്ദനമേറ്റ റിറ്റി സമ്മർദ്ദത്തെ തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. CPM നേതാക്കളുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പ്രതി സിബിയെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. നമസ്കാരം, കൊച്ചിക്കാന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത് ഏകദേശം 3 വർഷം മുമ്പ് നമ്മുടെ മറുനാടനിൽ വന്ന ഒരു വാർത്തയാണ്. അത് നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെതിരെ. അവിടെ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകൾ കുടിശ്ശിക പണം ചോദിച്ചു വന്നപ്പോൾ മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. എന്നാൽ ആ ഒരു കേസ് നമ്മുടെ സിബി അണ്ണൻ്റെയും അച്ചുമാഡത്തിൻ്റെയൊക്കെ സ്വാധീനം, പണസ്വാധീനവും അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഈ ഒരു കേസ് ഇല്ലാതാക്കി. എന്നാൽ ഇപ്പോൾ നമ്മുടെ സിബി അണ്ണൻ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്, ഇങ്ങനെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, അത് മർദ്ദിച്ചിരിക്കുന്നത് നമ്മുടെ അച്ചുമാഡമാണ് എന്നുള്ളത് സിബി അണ്ണൻ ഈ ഒരു വോയിസ് മെസ്സേജിലൂടെ വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. കൊടുത്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ചാനലായ മറുനാടിൽ വന്ന വാർത്തയാണ്. ഒരു 2-3 വർഷം മുമ്പ് വന്ന വാർത്തയാണ്. അന്ന് ഓൺലൈൻ ആരംഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഷോപ്പിലൊരു വിഷയമാണ്. ഈ എല്ലാ കുട്ടികളെയും 2500 കട്ട് ചെയ്തിടും. കാരണം വെച്ചാൽ ഷോട്ട് വന്നാൽ ഇവരെ നാം മേടിക്കുന്നത്. അപ്പൊ നിർത്തിപ്പോയി കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് ക്യാഷ് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് 2 കൂടി മേടിക്കാൻ വന്നതാണ്. അപ്പോൾ അന്ന് അച്ചു ഷോപ്പിൽ ഉണ്ടായിരുന്നു. അല്ല, ഞങ്ങൾ 2 ഷോപ്പിലായിരുന്നു. ഞങ്ങൾ 2 ഇല്ലെന്ന് ഓർത്ത് മറ്റു പിള്ളേർ നെഗറ്റീവ് ആക്കാൻ വന്നപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ കാണത്തില്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഉച്ചയ്ക്ക് പോയ 4 മണിക്ക് വരത്തുള്ള 2 മണി കയറി വന്നു. ഞങ്ങൾ അറിഞ്ഞപ്പോൾ തിരിച്ചു ചെന്നു. അച്ചു 1-2 പറഞ്ഞ് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. അച്ചു അടിച്ചു തന്നെയാണ്, ശരിക്കും അടിച്ചു, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ സ്ത്രീയെ തല്ലാത്ര വിഡ്ഢിയൊന്നുമല്ല. ഞാൻ ഇത് കണ്ട് പ്രശ്നമായെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയം സംഘടനമായി. എന്നെ പോലീസ് സ്റ്റേഷനിൽ പലവട്ടം വിളി വന്നു. ഞങ്ങൾ പോയില്ല. പിന്നീട് എന്നെ വന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു. 7 മണിക്ക് അറസ്റ്റ് ചെയ്തു. 11 മണിയാകുമ്പോഴത്തേന് സ്റ്റേഷനിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പം ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് പോലും ഈസി ആയിട്ട് ഞാൻ ഊരിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ പവർ എന്താണെന്ന്. ഈ 3 വർഷത്തിന് ശേഷം സ്വന്തം വീട്ടിൽ ഇത്രയും പിള്ളേരെ വെച്ച് ചെയ്യണമെങ്കിൽ അപ്പം ഒന്നും കണ്ടിട്ടും കാണാതെയും തുടങ്ങാൻ പറ്റത്തില്ലെന്ന് അല്പമെങ്കിലും തലയ്ക്കത് ചോറുള്ളവർക്ക് മനസ്സിലാകും. 3 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഓളയില്ലാത്ത സമയത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഈ 100 പിള്ളേരെ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവാം. അത് സ്വന്തം വീട്ടിൽ തുടങ്ങി ഇത്ര റിസ്ക് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് അത്രമാത്രം പവറും കഴിവും കപ്പാസിറ്റിയും ഉണ്ടെന്ന് വിവരവും വിദ്യാഭ്യാസമുള്ളവർക്കും മനസ്സിലാകും. അപ്പൊ നിങ്ങൾ അതിനെ മറന്ന് സർക്കസ് കാണിക്കാൻ പോയാൽ നിങ്ങളായിരിക്കും വെള്ളം കുടിക്കുന്നത്. അപ്പോൾ സിബി അണ്ണൻ്റെ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ. വളരെ വ്യക്തമായിട്ട് സിബി അണ്ണൻ പറയുന്നുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്, അച്ചു അവരെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ സിബി അണ്ണൻ ഈ ഒരു വോയിസ് മെസ്സേജിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നാണമുണ്ടോ? പോലീസുകാരോടാണ് ചോദിക്കുന്നത്. കാരണം അന്ന് ഈ 3 വർഷം മുമ്പ് ഈ ഒരു കേസ് കൈയാളിക്കൊണ്ടിരുന്ന പോലീസുകാരോട് ഞാൻ ചോദിക്കുകയാണ്, നാണമുണ്ടോ എന്ന്. നിങ്ങൾ ഈ സിബിയുടെയും അച്ചുവിൻ്റെയും പണസ്വാധീനത്തിലും അതേപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനത്തിലും വീണ് ഈ കേസ് നിങ്ങൾ തേച്ചു മാച്ച് കളഞ്ഞു ഇല്ലേ? ശരിയല്ലേ?
ഇതിൽ പോലീസുകാരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല, രാഷ്ട്രീയക്കാരും, അതായത് ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരും പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയക്കാരും എല്ലാം, നമ്മൾ ഈ സമൂഹം എല്ലാവരും ഇതിനൊരു എന്താ പറയുക, കുറ്റവാളികൾ തന്നെയാണ്. ആ പെൺകുട്ടികൾക്ക് അന്ന് ഒരു നീതി ലഭിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സിബിയും ഈ പറയുന്ന അച്ചുവും ചിലപ്പോൾ ഭയപ്പെട്ടാനെ. എന്നാൽ അവരുടെ ഭയമില്ലാതാക്കിയത് ഇവിടുത്തെ നിയമം തന്നെയാണ്, നിയമ നടപടികൾ തന്നെയാണ്. അന്ന് കേസ് എടുത്തിരുന്നെങ്കിൽ ഈ സിബി അണ്ണൻ എന്ന് പറയുന്ന ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർക്കൊരു ഭയം ഉണ്ടായിരുന്നേ. ഇപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുന്നത്? അദ്ദേഹത്തിന് എന്ത് ഭയം ഉള്ളത്? അദ്ദേഹം പറയുന്നത് എന്താണ്? രാഷ്ട്രീയക്കാരും പോലീസുകാരൊക്കെ എൻ്റെ പോക്കറ്റിലാണ്, അത് മറികടന്ന് ഒന്നും സംഭവിക്കില്ല എന്നാണ് നമ്മുടെ ഈ സിബി അണ്ണൻ വെച്ച് കാച്ചുന്നത്. അതാണ് പറയുന്നത്, ഈ പണമുള്ളവനൊരു നിയമം, പണമില്ലാത്തവന് വേറൊരു നിയമം. പണമുള്ളവനെ തോളി കയറ്റിക്കൊണ്ട് നടക്കും, പണമില്ലാത്തവനെ വലിച്ചഴച്ചുകൊണ്ട് നടക്കും. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വോയിസ് മെസ്സേജിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ സിബി അണ്ണൻ പറയുന്നുണ്ട്, അച്ചു മർദ്ദിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ സുരക്ഷ എന്ന് ഘോരം പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് നടപ്പിലാക്കാനും കൂടി കഴിയണം. അത് നടപ്പിലാക്കാനായിട്ട് പോലീസുകാരും രാഷ്ട്രീയക്കാരും ഈ സമൂഹവും ബാധ്യസ്ഥരാണ്, ഇല്ലേ? അപ്പോൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്ന ഈ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനിയെങ്കിലും സിബിയുടെയും അച്ചുവിൻ്റെയും വലയിൽ വീഴാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.